നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ചോതി നക്ഷത്രം എന്ന് പറയുമ്പോൾ തുലാക്കൂറാണ്. തുലാക്കൂറുകാർക്ക് 7ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് മാറി. നിവർത്തി സ്ഥാനാധിപതിയും ധനാധിപതിയായിരിക്കുന്ന ചൊവ്വയും അഷ്ടമത്തിലേക്ക് മാറി. അത് കാരണം കൊണ്ട് തന്നെ ഇത്തിരി ദൈവാധീന കുറവുള്ള ഒരു മാസമായത് കാരണം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. കർമ്മസ്ഥാനത്ത് ഭാഗ്യാധിപതി നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ലാഭാധിപതിയായിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ടെങ്കിലും പല രീതിയിലുള്ള പ്രതിസന്ധികളും വരാനുള്ള യോഗം, ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ, കാര്യങ്ങൾ, അസ്വസ്ഥതകൾ, അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കുക, തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലൊക്കെ ധനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള സമയമാണ്. മാത്രമല്ല കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ കിട്ടാതിരിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. നമ്മളൊരു ഡേറ്റ് കണ്ടിട്ട് ഇന്ന ഡേറ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുമെന്ന് കണ്ടാൽ വിചാരിച്ചിരുന്നാൽ ആ സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ വന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആ കാര്യങ്ങൾ വരാതെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ 5ാം ഭാവത്തിൽ അലസപ്രേഷ നിര്യാണകാരകനായിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ടെങ്കിലും കുറച്ചൊരു നിരാശയും അലസത പോലെയുള്ള കാര്യങ്ങളും വർദ്ധിക്കാൻ യോഗം ഉള്ള ഒരു സമയം കൂടിയാണ്. എന്നാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന സമയത്ത് വളരെ അനുകൂലമായ ഗുണഫലം തന്നെ വേണം പറയാനായിട്ട്. കാരണം എന്താ വെച്ചെന്നാൽ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത് കർമ്മസ്ഥാനത്താണ്. ഇവിടെ തന്നെ ഭാഗ്യാധിപതിയായിരിക്കുന്ന ബുധനും നിൽക്കുന്നുണ്ട്. അപ്പം ഭാഗ്യാധിപതിയും ലഗ്നാധിപതിയും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് തൊഴിലുണ്ടാകും. തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ്. എന്നാൽ പഠനത്തിൻ്റെ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണം അനുഭവിക്കാനുള്ള സാധ്യത കുറവാണ്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിൽ കിട്ടാനുള്ള യോഗം ഉണ്ടെങ്കിൽ പോലും പൊതുവേ എല്ലാ രീതിയിലും ഒരു അസ്വസ്ഥത നിറഞ്ഞ കാലാവസ്ഥയിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ശത്രുസ്ഥാനത്ത് അമൃതവിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുകയും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം തന്നെ ശത്രുസ്ഥാനാധിപത്യം വഹിച്ച് നഷ്ടസ്ഥാനത്ത് ശത്രുകാരകനായിരിക്കുന്ന ചൊവ്വയോട് യോഗം ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നത് കാരണം എല്ലാ കാര്യത്തിലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ള സാധ്യത, തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സഹായിക്കുമെന്ന് കരുതുന്ന സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സഹായം കിട്ടാതെ ഇരിക്കുക, നല്ല സഹായം പരസ്പരം ചെയ്തുകൊണ്ടിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണം വന്നിരുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നും ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള ഒരു മാസം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കാരണം 12ാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവാണ്. കാൽപാദത്തിന് വേദന ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 10 രൂപ കയ്യിൽ കിട്ടിയാൽ 20 രൂപ ചിലവ് വരാനുള്ള സാധ്യതയുള്ള സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, നാഗപൂജ, ശനീശ്വരൻ നീരാജനം മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.